ഗൗരി അച്യുതന്റെ വെപ്പാട്ടിയാണെന്ന് പന്തിയിലൊക്കെ ഒരു ചൊല്ലുണ്ട്. പക്ഷെ ഞാൻ വിശ്വസിക്കത്തില്ല. വിശ്വസിച്ചോ? ആര് പറഞ്ഞു വേണ്ടാന്ന്? എന്ത് തമ്പുരാൻ കുന്നപ്പാ, ഈ ഇല്ലാവചനം പറഞ്ഞുണ്ടാക്കുന്നവന്റെ നാവ് പുഴുത്തു പോകത്തേ. സാരമില്ല ഇടത്തി, ഞങ്ങളുടെ കല്യാണം കഴിയുമ്പോ ഇതെല്ലാം താനെ നിന്നോളും. ഇല്ല, ഞാൻ നിർത്തിക്കും. അതിന് തന്റെ കൂടെ പൊറുക്കാൻ വന്നിട്ട് വേണ്ടേ നിർത്താനും ഇരുത്താനും? ചെറ്റത്തിനും പറഞ്ഞു നടക്കുന്നവന്റെ നാക്കി ഞാൻ അറക്കും. എന്നാ പോയി അറക്കണേ ആ അച്യുതന്റെ, ഒന്ന് കാണട്ടെ. വിചാരിച്ചിരിക്കുന്നേ ചെല്ലുന്നിടത്തൊക്കെ ഭാര്യമാര് വേണോന്ന് തോന്നണതേ ഒരു രോഗ. ആ ഭൂതിയും കൊണ്ട് എന്റെ അടുത്ത് വന്ന കുറ്റിച്ചൂലുണ്ട് മുഖത്തടിക്കും ഞാൻ. മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷ പറയടി. ആണാന്ന് പറഞ്ഞാ പോരാ, അന്തസ് വേണം. പെണ്ണാണെന്ന് ഞാൻ കൂട്ടാക്കോ. ഓ, ഒരാണിറങ്ങിയിരിക്കുന്നു. എന്താ ഗൗരി? ഇയാള് പറഞ്ഞു നടക്കുന്ന തോന്നിയാസങ്ങളെ കുറിച്ച് ശിവനെങ്കിലും എന്നോടൊരു വാക്ക് പറയാമായിരുന്നില്ലേ? കാര്യം എന്താണെന്ന് പറ. പന്തിയിൽ പണിക്ക് വരുന്ന പാപ്പാമാർക്ക് കേറി ഇറങ്ങാനുള്ളതല്ല എന്റെ വീട്. ആ കട്ടില് കണ്ട് താൻ പനിക്കണ്ട. ഗൗരി നിർത്ത. തനിക്ക് പേടിയാണ്, എനിക്കൊരവനെയും പേടിയില്ല. പറയേണ്ടത് പറഞ്ഞ ഗൗരി പോകൂ. ഞാൻ ഇയാളുടെ വെപ്പാട്ടിയാണ് പോലും. പാവപ്പെട്ട പെണ്ണുങ്ങളെ പേപ്പിക്കാൻ നടക്കുന്ന എന്തടി നീ കരുതിയേ? നിന്റെ ഈ തൊലിവെളുപ്പ് കൊണ്ട് മയങ്ങുന്നവനല്ല ഞാൻ. പിഴപ്പിക്കാനും പൊറപ്പിക്കാനും നടക്കുന്നവനായിരുന്നെങ്കിൽ നിന്നെ പോലെ 100 എണ്ണത്തിന് എനിക്ക് കിട്ടിയാനേ. ഇനി ഇതുപോലെ ചെറ്റവർത്താനം പറഞ്ഞാൽ നാവരിഞ്ഞ് കളയും ഞാൻ. എന്തൊക്കെ അനാവശ്യങ്ങളാ പറഞ്ഞത്? ആരാ ഈ നുണയെല്ലാം ഗൗരിയോട് എഴുന്നള്ളിച്ചത്? വേറെ ആരാ? ആ പഴുതന്നെയാവും. ഈ കേട്ടോ ഒന്നും സത്യമല്ല ഗൗരി. പന്തിയിലൊന്നും അങ്ങനെ ഒരു സംസാരവും ഇല്ല. ഗൗരി കരുതുന്ന പോലെ ഒന്നുമല്ല. അച്ചോട്ട് ആളൊരു പാവ. എന്നാലും ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ കഞ്ഞി വെച്ചും കാപ്പി ഉണ്ടാക്കിയും എത്ര നാൾ കഴിയാനാണ് ഭാവം? ഇതിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന അച്ചുവേട്ടനെ സഹായിക്കാമെന്ന് വെച്ചാ എനിക്കൊട്ട് സമയമില്ല. വേണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നിന്നെ കണ്ടിട്ടാണോ അത്രയും കാലം ഞാൻ ജീവിച്ചത്? വളച്ചുകെട്ടും ചുറ്റിക്കളിയുമില്ല, നേരിട്ടങ്ങ് പറഞ്ഞേക്കാം. അച്ചുവേട്ടൻ ഒരു പെണ്ണ് കെട്ടണം. ഓഹോ, ഇതാണോ വലിയ ആനക്കാര്യം? അതെ, ആനക്കാര്യം തന്നെയാ. അച്ചുവേട്ടൻ എന്താ ഒരു കുറവ്? ആരോഗ്യമില്ലേ? പിന്നെ സൗന്ദര്യം എന്റെ അത്ര ഇല്ലെങ്കിലും അല്ല, അച്ചുവേട്ടനെ കണ്ട ആരും കുറ്റം പറയില്ലല്ലോ. നമുക്കതങ്ങ് ആലോചിക്കാം. എന്തായിരുന്നോ? ഇല്ലെങ്കിൽ ആരിച്ചതിന്റെ പുറഞ്ഞാൻ പൊളിക്കും. അത് ശരി. മൂത്ത് നരച്ച മൂക്കി പല്ല് വന്നാ പിന്നെ പെണ്ണന്വേഷിച്ച് നടന്നാ പെണ്ണ് കിട്ടാതെ വരും. ഇപ്പോഴാവുമ്പോ ഞാനൊരു പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ട്. അച്യുതം പാപ്പാന് പറ്റിയ ഒരു പെണ്ണ്. എന്ന് തുടങ്ങി ദല്ലാള് പണി? വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ഇത്തിരി ദല്ലാള് പണി ചെയ്യാനും ശിവന് മടിയില്ല. നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് അവളെ തല്ലിയ ഈ കൈ കൊണ്ട് തന്നെ ഒരു മിന്നു കെട്ടി ആ പാവത്തിനെ രക്ഷിച്ചുകൂടെ അച്ചുവേട്ടാ? നമ്മുടെ ഗൗരി എങ്ങനെയുണ്ട് എന്റെ സെലക്ഷൻ? ഇഷ്ടക്കേടൊന്നുമില്ലല്ലോ? ഇഷ്ടവും ഇഷ്ടക്കേടവും അല്ല പ്രശ്നം. ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു കുടുംബം, ജീവിതം, അതിനെക്കുറിച്ചൊന്നും ഞാൻ ഇതുവരെ ആലോചിച്ചിട്ടില്ല. തൽക്കാലം ആലോചിക്കുന്നില്ല. അല്ല, കല്യാണം കഴിഞ്ഞ പണി നോക്കി ശിവ. സാമം ദാനം ഭേദം ദണ്ണം എല്ലാ മുറയും പ്രയോഗിച്ചു നോക്കി. അച്ചോട്ടനൊന്ന് സമ്മതിക്കണ്ടേ? ഈ കല്യാണത്തിന്റെ കാര്യം പറയുമ്പോ അങ്ങേര് മതമിളകി ആനയെ പോലെയാ. ഇനിയിപ്പോ എന്താ ഒരു വഴി? വഴിയൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. പെരുവഴിയാവോ? എന്റെ ബുദ്ധിയെ കുറിച്ച് എന്താ വിചാരിച്ചേ? നീ നോക്കിക്കോ, ശിവൻ ഒരു കളി കളിക്കാൻ പോവാ. ഗൗരി ചേച്ചിയുടെ സ്വഭാവം എനിക്ക് പേടിയാവുന്നു ശിവേട്ടാ. ആദ്യം നിന്റെ മുഖത്ത് ഈ പേടി മാറ്റി, എന്നിട്ട് ഒന്നും അറിയാത്ത ഭാവത്തില് ഇങ്ങനെ നിൽക്കും. നീ അല്ലേ ഏറ്റത് കൊടുത്തോളാവുന്ന? എന്നിട്ടിപ്പോ എനിക്ക് വയ്യ. ശിവേട്ടൻ തന്നെ കൊടുക്ക്. പിന്നെ എന്തിനാ നീ എന്റെ കൂടെ വന്നത്? എന്തിനാടി? എന്താ ഇവിടെ രണ്ടാളും കൂടെ ഒരു തർക്കം? ഗൗരി തന്നെ പറ. ഒരാൾ ഒരു കാര്യം നമ്മളെ വിശ്വസിച്ചേപ്പിച്ച നമ്മളെ ചെയ്യണോ വേണ്ടയോ? പിന്നെ വേണ്ടേ? കേട്ടല്ലോ, അതങ്ങ് കൊടുക്കാൻ. എന്താ ഇത്? തുറന്നു നോക്ക്.
ഗൗരിക്ക് തരാൻ അച്ചുവേട്ടൻ തന്നേച്ചതാ. ഗൗരിയെ തല്ലിയതിന്റെ കുറ്റബോധം കൊണ്ട് അച്ചുവേട്ടൻ കാട്ടിൽ കൂടെ ഒരു മതയാനെ പോലെ ഒട്ടിക്കരഞ്ഞുകൊണ്ട് നടക്കുക. ഊണില്ല, ഉറക്കമില്ല, മദ്യപാനമില്ല, കാപ്പൂടിയില്ല. ഈ പുറംപൂച്ചേ ഉള്ളൂ. ഒരു കുട്ടി ആനയുടെ മനസ്സാ. ആദ്യം ഇടയും, പിന്നെ വീണ്ടും ഇടയും. അങ്ങനെ ഇണങ്ങുന്നവരെ അടഞ്ഞുകൊണ്ടേയിരിക്കും. അല്ലേ ആ ശരി ചേച്ചി. ഗൗരിക്ക് അച്ചുവേട്ടനോട് അല്പമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ഈ സാരി ഉടുത്തോണ്ട് ഇന്ന് വൈകുന്നേരം 4 മണിക്ക് തമ്പുരാൻ കുന്നിലെ ചരുവിൽ വരാൻ പറഞ്ഞു. അതെ ചേച്ചി, അവിടെ ചെന്നില്ലെങ്കിൽ പിണക്കം തീർന്നിട്ടില്ലെന്ന് കരുതി അച്ചോട്ട് തൂങ്ങിച്ചാവുമെന്ന് പറഞ്ഞത്. പറഞ്ഞതുപോലെ ചെയ്യുന്ന ഒരു കാട്ടുപോത്ത അച്ചുവേട്ടൻ. ഈ സാരി പിടിക്ക്. എന്താ ചേച്ചി? പിടിക്കാൻ. ആണത്വത്തോടെ നേരിട്ട് വന്ന് ആ മനുഷ്യൻ എന്റെ കയ്യിൽ സാരി തന്നിരുന്നെങ്കിൽ ഞാൻ വാങ്ങിയനെ. പോയി പറഞ്ഞേരെ ഈ ചുറ്റിക്കളിക്കൊന്നും ഗൗരിയെ കിട്ടില്ലെന്ന്. അല്ല, കൊണ്ടുകൊടുക്കടാ. എനിക്ക് ശത്രുവാച്ചൻ അവളാരാ? എന്നെ കെട്ടോളോ? കെട്ടിയവളാണോ കെട്ടാത്തവളാണോ ഇനി കെട്ടാൻ പോണവളാണോ എന്നൊന്നും എനിക്കറിയില്ല. ഈ ഷർട്ട് ഇട്ടുകൊണ്ട് വൈകുന്നേരം 4 മണിക്ക് തമ്പുരാൻ കുന്നിന്റെ അവിടെ ചെന്നില്ലെങ്കിൽ അച്ചുവേട്ടന്റെ പിണക്കം തീർന്നിട്ടില്ല എന്ന് കരുതി കെട്ടിത്തൂങ്ങി ചാവുമെന്നാ ഗൗരി പറഞ്ഞിരിക്കുന്നത്. ഗൗരി പറഞ്ഞതാ. എവിടെയെങ്കിലും പോയി ചാവട്ടെ, എനിക്കെന്തോ. കരിങ്കല്ല നിങ്ങളുടെ മനസ്സ്. ഒരു പാവപ്പെട്ട പെണ്ണ് സ്നേഹത്തോടെ തന്നേറ്റ സമ്മാനം നിഷ്കരണം വലിച്ചെറിഞ്ഞു. ദുഷ്ടൻ, കഷ്ടം. മനസാവാച അറിയാത്ത കാര്യങ്ങൾ പന്തിയിൽ വന്ന് വിളിച്ചുപോയി അവളുടെ ഒരു സമ്മാനം. ആർക്കും ഒരു തെറ്റ് പറ്റും, അതേ ഗൗരിക്കും പറ്റുള്ളൂ. ഇനി ഈ ഷർട്ട് ഇഷ്ടപ്പെടാത്തോണ്ടാണെങ്കിൽ അതേപോലത്തെ 2 ജുബ്ബ വാങ്ങിച്ചു തരാൻ പറയാം. ഗൗരി എന്തെങ്കിലും കടുങ്കൈ ചെയ്താൽ അതിന്റെ ഉത്തരവാദി അച്യുതൻ പപ്പനായിരിക്കും. അത് ഞാൻ അങ്ങ് സഹിച്ചു. മേലെ അവളുടെ വക്കാലത്തോണ്ട് എന്റെ അടുത്ത് വന്നാ അറിയാമല്ലോ അച്ഛനെ. അയ്യോ, ദേ നോക്ക് ചേച്ചി. ആളെവിടെ? തമ്പ്രാൻ കുന്നപ്പനെ കണ്ട് തൊഴുതിട്ടേ തൂങ്ങിച്ചവൻ വരുള്ളെന്നാ ശിവേട്ടൻ പറഞ്ഞത്. ഏതായാലും അച്ചോട്ടും വരുന്നതിന് മുമ്പ് ചേച്ചി വേഗം കുരുക്കം കഴിക്കേ. ചെല്ല് ചേച്ചി, എന്നെ കാണണ്ട. ചെല്ല്, വേഗം ചെല്ല്. അച്ചോട്ടാ, കളി കാര്യമായി. ഗൗരി കെട്ടിത്തൂങ്ങി ചാവാൻ പോകുന്നു. വേഗം ചെന്ന് രക്ഷിക്കാൻ ചെല്ല അച്ചുതാ. അല്ല അച്ചോട്ടാ, ആ ഹതഭാഗ്യ രക്ഷിക്കാൻ വേഗം വേഗം. അയ്യോ, സമയം പോടും അങ്ങോട്ട് ചെല്ല. ഗൗരി, എന്താ